ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ UK ട്രൈ ചെയ്യുന്നവർക്കെല്ലാം ഇന്നലത്തെ ഒരു ചേഞ്ച് വന്നു എന്നൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ചിരിക്കുകയായിരിക്കും. വൈറ്റ് ലേബൽ എന്ന് വെച്ചാൽ ഗവൺമെന്റിലോട്ട് സബ്മിറ്റ് ചെയ്ത ഒരു പ്രപ്പോസലാണ്. അവിടെ ഭരണം മാറിയിട്ട് പുതിയ ഗവൺമെന്റ് വന്നു. അവരപ്പോൾ പാർലമെന്റിലോട്ട് ഒരു പ്രപ്പോസൽ അയക്കുവാണ്. ഇന്നലെ അയച്ചിട്ട് പ്രപ്പോസൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ പബ്ലിഷ് ചെയ്ത പ്രപ്പോസലിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സ്റ്റുഡൻറ് വിസയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒന്ന്, ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇനി ആരങ്ങോട്ടേക്ക് പോകണമെങ്കിലും അവരൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം എന്നുള്ളതാണ് വന്നേക്കുന്നത്. ഇംഗ്ലീഷ് ടെസ്റ്റ് ഏതാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിന് പാർലമെന്റിൽ വന്ന് ബില്ലൊക്കെ ആകുമ്പോഴായിരിക്കും അത് കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. ചിലപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നാൽ പോലും മിക്കവാറും UKVIയോ അല്ലെങ്കിൽ നാരിക്കോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാച്ചിലർ ഡിഗ്രി ഹോൾഡറിന് മാത്രമേ ഇത് പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഡിപ്ലോമക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു മിനിമം ഒരു UKVI IELTS എഴുതി ഒരു സ്കോർ എടുത്തേ പറ്റൂ. അങ്ങനെ ഒരു കാര്യം അവിടെ വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് സ്റ്റേ ബാക്ക് ആണ്. സ്റ്റേ ബാക്ക് 24 മാസം, അതായത് 2 ഇയേഴ്സിൻ്റെ സ്റ്റേ ബാക്ക് ആയിരുന്നു ഇതുവരെ നമ്മൾ UK ഉണ്ടായിരുന്നത്. പക്ഷേ അത് കുറച്ച് 18 months ആക്കുമെന്നാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്, പ്രപ്പോസൽ പോയേക്കുന്നത്. 18 months ആക്കാനുള്ള പ്രപ്പോസൽ ഗവൺമെൻറ് സൈൻ ചെയ്യുവാണെങ്കിൽ എന്ന് മുതലുള്ള കുട്ടികൾക്കാണ് 18 months വരുന്നതെന്നും അവർ പറഞ്ഞിട്ടില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചേഞ്ചസ് മാത്രമാണ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ യൂണിവേഴ്സിറ്റി റാങ്കിങ്, അത് ഇന്ത്യൻ സ്റ്റുഡൻസിന് കാര്യമായിട്ട് ബാധിക്കില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അത്യാവശ്യം റാങ്കുള്ള യൂണിവേഴ്സിറ്റീസ് ഒക്കെയാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നല്ല രീതിയിൽ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോബ്ലം വരാനില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നു, പഠിക്കാൻ പോകുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടുള്ളൂ. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വൈറ്റ് ലേബലിൽ പറഞ്ഞേക്കുന്ന പ്രപ്പോസലിൽ പറഞ്ഞേക്കുന്ന ആ കാര്യങ്ങൾ ബില്ലിലോട്ട് ആകുന്നതേ ഉള്ളൂ. ബില്ലായി കഴിയുമ്പോഴത്തേക്കും എന്തൊക്കെയാണോ പറയുന്നത് അതനുസരിച്ച് നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരും. താങ്ക് യു.